ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ വാഹനം ഒരു CNG വാഹനമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പമ്പുകൾ നമുക്ക് നിയർ ബൈ എവിടെയെല്ലാം ഉണ്ടെന്ന് എങ്ങനെ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഗൂഗിൾ മാപ്പിൽ നമുക്ക് നിയർ ബൈ CNG എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരു വിധമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി CNGക്ക് മാത്രമായിട്ട് ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. നവഗാട്ടി എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നിയർ ബൈ എവിടെയെല്ലാം CNG ഉണ്ട് എന്നും എത്ര മിനിറ്റ് അവിടേക്ക് ഓടിയെത്തണമെന്നും എത്ര കിലോമീറ്റർ ഉണ്ടെന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണിച്ചു തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പ്രത്യേകിച്ച് CNG വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് എങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിർബന്ധമായിട്ട് നിങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനായിട്ട് നമുക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഈ ഒരു ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും. നവഗാട്ടി എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. നവഗാട്ടി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും. 4.7 റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇവിടെ നമ്മൾ ഓപ്പൺ കൊടുക്കാം. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. കണ്ടില്ലേ, ഇവിടെ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ താഴെയായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ OTP വരും. ഇതിലേക്ക് OTP വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ ആക്സസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കാം. അതിനുശേഷം ഇവിടെ പെർമിഷൻ ചോദിക്കും, അലോ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി കിടക്കണോ, അതായത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് കാണിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് എനേബിൾ ചെയ്ത് വെക്കാം. ഞാനിവിടെ നോ താങ്ക്സ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ഒരു മാപ്പ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. അതായത് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് വരുന്ന ഒരു മാപ്പ് നമുക്ക് കാണാൻ സാധിക്കും. മറ്റ് സെറ്റിങ്സുകൾ താഴെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ പ്രൊഫൈലുണ്ട്, അതുപോലെ തന്നെ മാപ്പ് എന്നതിൽ നമ്മൾ നോക്കിയതുണ്ട്, അതുപോലെ കോൺട്രിബ്യൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഫ്യൂവൽ ലോഗോ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഫ്യൂവൽ നൗ എന്ന് വന്നു കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് വാഹനം സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഓട്ടോറിക്ഷയാണോ അല്ലെങ്കിൽ കാറാണോ എന്നൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. വെഹിക്കിൾ സെലക്ട് ചെയ്യാനുള്ളത്. ബാക്കിലേക്ക് വരാം. ഇനി നമ്മൾ ഈ ഒരു ഫ്യൂവൽ നൗ എന്നതിലാണ് ടച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ അടുത്ത് ഏതെല്ലാം പമ്പുകളാണുള്ളത്, ഏതെല്ലാം കമ്പനിക്കാണുള്ളതൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. കണ്ടില്ല, ഇത്രത്തോളം പമ്പുകളുണ്ട്. അതുമാത്രമല്ല മുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും 13 കിലോമീറ്റർ, 26 കിലോമീറ്റർ, 52 കിലോമീറ്റർ. ഈ ഒരു കിലോമീറ്ററിനകത്തൊക്കെയാണ് നമുക്ക് ഈ ഒരു പമ്പുകൾ വരുന്നത്. കണ്ടില്ലേ, അത് താഴെയും അതുപോലെ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. എത്ര മിനിറ്റാണ് നമുക്കത് യാത്ര ചെയ്യാൻ എടുക്കുന്നത്. 14 മിനിറ്റ്, 15 മിനിറ്റ്, 19 മിനിറ്റ് എന്നൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് ഏത് പമ്പാണ് സെലക്ട് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പമ്പാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്തതിന് ശേഷം നമുക്കിവിടെ നെവിഗേറ്റ് എന്നുണ്ട്. ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് പോകാനുള്ള ആ ഒരു മാപ്പ്, ഗൂഗിൾ മാപ്പ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും 25 മിനിറ്റാണ് നമുക്ക് 12 കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്ക് സെലക്ട് ആവുന്നത്. ഇവിടെ നമുക്ക് വാഹനം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കാറാണെങ്കിൽ കാറിൽ തന്നെ കിടക്കുന്നുണ്ടായിരിക്കും. സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടേക്ക് പോകാനുള്ള മാപ്പ് ഇതുപോലെ റെഡിയായി വരും. 25 മിനിറ്റിനകത്ത് നമുക്ക് ഈ ഒരു 12 കിലോമീറ്റർ, അതായത് നമുക്കിവിടെ താഴെ സമയവും കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു സമയത്തിനകത്ത് നമുക്ക് ആ ഒരു പമ്പിൽ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ നോക്കുക, 25 കിലോമീറ്റർ നമുക്ക് 12 കിലോമീറ്റർ യാത്ര ചെയ്യാനുള്ള CNG നമ്മുടെ വാഹനത്തിലുണ്ടോ അല്ലെങ്കിൽ പെട്രോൾ ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഈ ഒരു പമ്പിലേക്കുള്ള നാവിഗേഷൻ നമ്മൾ ഓൺ ചെയ്ത് വെക്കുന്നത്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വന്നിട്ട് നമ്മൾ ഇതുപോലെ പമ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ മാപ്പ് ഞാനിവിടെ ഓഫ് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ പമ്പ് സെലക്ട് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഈ ഒരു പമ്പിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഡയറക്റ്റ് നമ്മൾ അതിലടിച്ച് പോകരുത്. പ്രത്യേകിച്ച് നമ്മൾ രാത്രിയൊക്കെ ഒരു കട്ടയോ 2 കട്ടയൊക്കെയുള്ള സമയത്ത് അത്യാവശ്യ ഘട്ടത്തിലായിരിക്കും നമ്മൾ ഇതുപോലെയുള്ള പമ്പുകൾ സെലക്ട് ചെയ്ത് പോകുന്നത്. പെട്രോൾ തീരെ ഇല്ല എങ്കിൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പമ്പ് ഞാൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് സെലക്റ്റായി കാണിക്കും. എത്ര പോകേണ്ട വഴിയൊക്കെ ഇവിടെ കാണും. അതിനുശേഷം നമ്മളിത് മുകളിലേക്കൊന്നിങ്ങനെ പൊക്കി നോക്കുക. ഇവിടെ നമുക്ക് ഈ ഒരു പമ്പ് പ്രത്യേകിച്ച് രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിവിടെ ഓപ്പൺ ആണോ അല്ലെങ്കിൽ ക്ലോസ് ആണോ എന്ന് നോക്കണം. ഓപ്പൺ ആണെങ്കിൽ ഇവിടെ ഓപ്പൺ എന്ന് കാണാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ റെഡ് കളറിൽ നമുക്ക് ക്ലോസ്ഡ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അത് നോക്കിയതിന് ശേഷം മാത്രം വേണം നമ്മൾ യാത്ര തുടരാൻ. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു കട്ടയോ 2 കട്ടയൊക്കെ വെച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് 1 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 6 കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു പമ്പ് നമുക്ക് അടഞ്ഞു കിടക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും, പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ. അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു പമ്പ് ഓപ്പൺ ആണോ എന്ന് നമ്മൾ ഇത് പൊക്കിയിട്ട് ഇതുപോലെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു പമ്പിൽ നമുക്ക് പെട്രോളിന് എത്രയാണ് വരുന്നത്, 102 രൂപ 94 പൈസയാണ് പെട്രോൾ വരുന്നത്. ഡീസലിന് വരുന്നത് 90 രൂപ 98 പൈസയാണ്. അതുപോലെ തന്നെ CNG റേറ്റ് വരുന്നത് 90 രൂപ 10 പൈസയാണ് വരുന്നത്.
അപ്പോൾ ഇതുപോലെ വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ വാഷ്റൂം, ഡ്രിങ്കിങ് വാട്ടർ, സർവീസ് സ്റ്റേഷൻ, ഇങ്ങനെയുള്ള മറ്റ് സർവീസുകളൊക്കെ ഇതിനകത്തുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് CNG വാഹനങ്ങളൊക്കെ ഒരുപാട് കൂടി വരുന്ന ഈ സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമായിരിക്കും. എല്ലാവർക്കും ബൈ.